ഗൈസ് ഞാനൊരു കാഴ്ച കാണിച്ചു തരാം. എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലാണ് ഈ കോണി സ്റ്റെപ്പ് ഇങ്ങനെ ഇറങ്ങി വന്ന് ഇങ്ങനെ നോക്കി കഴിഞ്ഞാലേ ഇവിടെ ഇങ്ങനെ ഒരു വെള്ളച്ചാട്ടം കാണാം. കേട്ടാ വെള്ളം ചാടി വരുന്നു. ഇതൊക്കെ നാച്ചുറൽ പ്ലാന്റ്സ് ആട്ടോ, അല്ലാതെ ലോക്കൽ പ്ലാസ്റ്റിക് ഒന്നുമല്ല. ഇത് പ്ലാസ്റ്റിക് ആട്ടോ, ഇത് ഷോക്ക് വെച്ച് വെച്ചാൽ ഇതവിടെ ഒരു മരം ഉണ്ട്, അതും പ്ലാസ്റ്റിക്കാണ്. ഡൈനിങ് ഹാളാണിത്, ഡൈനിങ് ഹാളിൽ ഇതാ ഇങ്ങനെ ഒരു സാധനം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. വല്ലാത്ത ജാതി. ഹാൻഡ് ഫീഡ് കൊടുക്കാൻ പറ്റിയിട്ട് എനിക്ക് ഇന്ന് കൊടുത്താൽ നോക്കട്ടെ. അടിപൊളി. ഇവിടെ ഒരു പാലൊക്കെ ഇതങ്ങളാ തുറക്കല് കുറ്റിയൊക്കെയുണ്ട്. കുറ്റി തുറന്ന് ഈ പാലം കടന്നു ഇങ്ങോട്ട് പോയാൽ ഇതിൽ കൂടി ഇങ്ങനെ നടന്നു പോവാം. ഇവിടെ ഇരിക്കാം. ഇതിൽ എത്ര രൂപേന് വീണ്ടറാ? ഒരു 2 ലക്ഷം 3 2-2.5 ലക്ഷം റുപ്യ. അതിൻ്റെ പേരൻ്റെ ഉള്ളിൽ ജീവികളെല്ലാം ഉണ്ടല്ലോടാ ഒരു 10 ലക്ഷം റുപ്യ. അതെ ഗൈസ്, ഇവനിതൊരു ഭ്രാന്താണ്. ഈ കുട്ടിക്കൊക്കെ പെരുമ്പലാണ്. അതേപോലെ ഈ കാണുന്ന തത്തക്കൾക്കൊക്കെ പെരുമ്പലാണ്. അതിൻ്റെ പേരൊന്നും എനിക്ക് പറയാനറിയില്ല കേട്ടോ. ഇതൊക്കെ പിന്നെ കോടീശ്വരന്മാരാണ്, പൈസക്കാരായ പക്ഷികളാണ് ഇതൊക്കെ. അതേപോലെ ആ കിടക്കണ 2 അതിനൊക്കെ വില പറഞ്ഞങ്ങൾ ഞെട്ടും. ഇറ്റിങ്ങളൊക്കെ ജീവിക്കണം എങ്ങനെയാ ഞങ്ങൾ? നമ്മളെ പീനട്ട് ബട്ടർ, ബദാം, അണ്ടിപ്പരിപ്പ്, മുന്തിരി ഇതൊക്കെയാണ് വില തീറ്റ, പിസ്ത. ലക്ഷറി ലൈഫ് കൊണ്ട് നടക്കുന്ന പൈസക്കാരായ ആൾക്കാരാണ് ഇവരൊക്കെ. നമ്മളെക്കാട്ടി വിലയാണ് ഈ സാധനങ്ങൾക്കൊക്കെ. വല്ലാത്ത ഉണ്ടാലേ അടിപൊളി. നമ്മൾ വല്ല പാർക്കിലൊക്കെ പോയാൽ പോരാ, ആൻഫീഡൊക്കെ കൊടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള കോഴിക്കുട്ടികളുണ്ട് ഇവിടെ, കോഴിക്കാർക്ക്. ഗൈസ്, നിങ്ങൾക്കുണ്ട് അതേപോലത്തെ ഭ്രാന്തന്മാരായിട്ടുള്ള ഫ്രണ്ട്സുകൾ ഉണ്ടെങ്കിൽ ഓലൊന്ന് മെൻഷൻ ചെയ്യട്ടാ, കാണട്ടെ. ഓലിത് കാണുമ്പോൾ ഓലിക്കൊരു സന്തോഷമായി കാരണം ഇവരെ പോലത്തെ ഭ്രാന്തന്മാരുണ്ടെന്നുണ്ടെങ്കിൽ. അടിപൊളി. ഇതൊക്കെ നോക്കിയാൽ അല്ലടാ, ഇത് 24 മണിക്കൂർ വർക്ക് ചെയ്യണ്ട മോട്ടർ. ഈ മോട്ടറാണ് ഇല്ലേ? ഓ, അതിന് കായ് കുറയാവുമല്ലോ, കറണ്ട് ബില്ല് കുറയാവുമല്ലോ. അനക്കെന്താ പൈസക്കാരനല്ലേ? അടിപൊളി.